ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കാര്യം ഉണ്ടായില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. പെട്ടെന്നൊരു 2 മാസം മുമ്പ് തീരുമാനിച്ച് വാങ്ങുന്നതാണ്. ഞാൻ കുറേ ആയി ഈ വിഷ് ലിങ്കും യൂട്യൂബും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഞാനിപ്പം അഫിലിയേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് വാങ്ങണം എന്നുള്ളത്, ആരെയും സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ. അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്തൊന്നും പൈസ വാങ്ങാണ്ടും ഏട്ടൻ്റെ അടുത്ത് വാങ്ങാണ്ടും ഒറ്റയ്ക്ക് തന്നെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇതിൽ കുറച്ച് ലോണൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 3 ലക്ഷം രൂപേൻ്റെ അടുത്ത് ലോണുണ്ട്. ബാക്കി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഏട്ടനൊട്ടും താല്പര്യമില്ല. ഒരിക്കലും പുതിയ വണ്ടി എടുക്കാറില്ല. വീട്ടിൽ തന്നെ ഉള്ളത്, വീട്ടിലൊരു വാഗനർ ഉണ്ട്, അത് സെക്കൻഡ് ഹാൻഡാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് കുറേ പറഞ്ഞു നമുക്ക് പുതിയത് വാങ്ങിക്കേണ്ട, സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാം, പുതിയത് വാങ്ങിക്കേണ്ട. എൻ്റെ ഒരൊറ്റ വാശിക്ക് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എൻ്റെ അനിയന് ഒരുപാട് ആഗ്രഹമായിരുന്നു വീട്ടിലൊരു കാറ് കൊണ്ടുവച്ച് നിർത്തിയിരുന്നെന്ന്. ഒരു വാങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷേങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വാങ്ങാനൊരു ഇതാകുമ്പോഴേക്ക് ഇങ്ങനെയുമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിടക്കട്ടെ, വാങ്ങാം. അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പം ഏട്ടനിന്ന് ലീവൊക്കെ എടുത്തിട്ട് ഇവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ BH ആണ് എടുത്തിട്ടുള്ളത്. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടൊന്നുമില്ല, ഒരാഴ്ച കഴിയണം അത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് എന്താ പറയുക, സന്തോഷിക്കണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. വാങ്ങാൻ വിചാരിച്ചു, വാങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അച്ഛൻ ഇവിടെ ഉള്ള സമയത്ത് അച്ഛന് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അപ്പം അച്ഛൻ ഇതെടുക്കുന്ന സമയത്ത് അച്ഛനില്ല, അച്ഛൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കൂടെ. അമ്മ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ എന്തൊക്കെയോ ഓരോതായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെടുത്തത് ടാറ്റ നെക്സോണാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. എനിക്കിപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടിലെത്തി നേരെ വിട്ടത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം ഇതിൽ ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനെ അവരെന്തൊക്കെയോ സംഭവങ്ങൾ ചാന്ത കൊണ്ടൊക്കെ എന്തൊക്കെയോ എഴുതുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവരാണ് ഇതിന് വേണ്ടിയിട്ട് ഒക്കെ സഹായിച്ച ആൾ. അങ്ങനെ നമ്മളൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയത് വാങ്ങിക്കണം എന്തോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വാങ്ങുകയാണെങ്കിൽ പുതിയത് തന്നെ വാങ്ങിക്കാമെന്ന്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് നമ്മുടെ നാട്ടിൽ പോലെയല്ല, ഇവർക്ക് ഇവിടെ ഭയങ്കര പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തൊക്കെയോ പൂജയൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടും പിന്നെ നാരങ്ങ വെച്ചിട്ടുള്ള എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഏട്ടന് ഈ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ദിവസം വിചാരിക്കും വീഡിയോസൊക്കെ എടുത്തിടണം, പക്ഷേങ്കിൽ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പം ഇവിടുത്തെ ഇതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ചുമ രാത്രിയും പകലും ഒക്കെ ഒരേപോലെ ചുമ. 2 പ്രാവശ്യം പോയിട്ട് ഡോക്ടർ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ്, ഒന്നും കാര്യമാക്കണ്ട, 2 മാസം കൂടിയല്ലേ ഉള്ളൂ, ഒന്നും വരാതെ ശ്രദ്ധിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളില്ലേ അഹമ്മദാബാദിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പകുതി വരെ പോയി. പിന്നെ എനിക്ക് ഒട്ടും വയ്യ, കുറേ സമയങ്ങൾ ഇരിക്കുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ പിന്നെ വിചാരിച്ചു പാവ്ഗഡ്, ഇവിടെ ഒരു പാവ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോകാൻ. അവിടെയും പോയില്ല, നേരെ വീട്ടിലേക്ക് തിരിച്ച് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.